അകത്തൂട്ട് ദാമോദരൻ കർത്താവ് തന്നോടൊപ്പം വന്ന് താമസിക്കാൻ ഭാര്യയോട് ആവശ്യപ്പെടുകയും അന്നത്തെ ഒരു സമ്പ്രദായം അനുസരിച്ച് അവരതിന് തയ്യാറാവാതിരിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് അച്ഛൻ കേസരിയുടെ 7-ാം വയസ്സിൽ കേസരിയെ വിടുന്നത്. കേസരി അത് പിന്നീട് ബയോഗ്രഫിക്കൽ നോട്ട്സിൽ പറയുന്നുണ്ട്. ചെറുപ്പകാലം മുതലേ അരക്ഷിതത്വത്തിൻ്റെ നടുവിലാണ് ഞാൻ ജീവിച്ചത്. ഞാൻ പറന്നേറെ കഴിയുന്നതിന് മുമ്പ് അമ്മയ്ക്ക് മറ്റൊരു മകൻ കൂടി ജനിച്ചു. ലോകപ്രസിദ്ധനായ ലൈംഗിക ശാസ്ത്രജ്ഞനായ ഡോക്ടർ AP പിള്ള, പത്മനാഭൻ പിള്ള, പപ്പു എന്നാണ്, പപ്പുണ്ണി എന്നാണ് കേസരി വിളിക്കുക. AP പിള്ള കേസരിക്ക് തൊട്ട് താഴെ 1.5 വയസ്സോളം മാത്രം എളുപ്പമുള്ള ഒരാളായിരുന്നു. AP പിള്ളയാണ് കേസരിയുടെ ജീവിതത്തിലെ മറ്റൊരു വലിയ സ്വാധീനമായത്. കാരണം അദ്ദേഹം ഇന്ത്യക്ക് പുറത്തും ഇന്ത്യക്കകത്തും മഹാനഗരങ്ങളിലൊക്കെ ജീവിക്കുകയും ലോകത്തെ പ്രധാനപ്പെട്ട ഇൻ്റർനാഷണൽ സെക്സോളജി എന്നു പേരായ ഒരു ജേണലിൻ്റെ എഡിറ്ററായി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്ത ആളാണ്. ലൈംഗികതയെക്കുറിച്ചുള്ള കേസരിയുടെ ആലോചനകളെയും കാഴ്ചപ്പാടുകളെയും രൂപപ്പെടുത്തുന്നതിൽ വലിയൊരു സ്വാധീനം ഈ AP പിള്ളയുടെ പഠനങ്ങൾക്കും അദ്ദേഹം അയച്ചു കൊടുത്ത പുസ്തകങ്ങൾക്കും ഒക്കെ ഉണ്ട്. കേസരി പാശ്ചാത്യ ലോകവുമായി പുലർത്തിയ സമ്പർക്കത്തിൻ്റെ ഒരു അടിസ്ഥാനമായതും AP പിള്ളയാണ്. AP പിള്ളയ്ക്ക് കേസരിയെ വലിയ ബഹുമാനമായിരുന്നു. കേസരിയുടെ ഒരു മഹത്വം മനസ്സിലാക്കിയ ഒരാളായിരുന്നു AP പിള്ള. അതുകൊണ്ട് തന്നെ അദ്ദേഹം നിരുപാധികം കേസരിയെ പിന്തുണച്ചുകൊണ്ടിരുന്നു. കേസരിക്കും അത്ര തന്നെ പ്രാധാന്യം AP പിള്ളയെ സംബന്ധിച്ച് ഉണ്ടായിരുന്നു. എന്തായാലും താൻ ജനിച്ച് ഏറെ വൈകാതെ ഒരു സഹോദരൻ ജനിച്ചു. അമ്മ കൂടുതൽ ഇളയ മകനെ ശ്രദ്ധിക്കുകയുണ്ടായി. അച്ഛൻ അപ്പോഴേക്കും പിരിഞ്ഞുപോയി. അതുകൊണ്ട് താൻ ബാല്യത്തിൽ തന്നെ ഏകാന്തതയിലേക്ക് വഴുതി വീണു എന്നും തൻ്റെ പ്രകൃതത്തിൽ സഹജമായി തീർന്ന ഇൻട്രോവർട്ടായ അന്തർമുഖത്വം അങ്ങനെ രൂപപ്പെട്ടതാണ്, അത് തന്നെ ചിന്താശീലനാക്കി എന്നും കേസരി ബയോഗ്രഫിക്കൽ നോട്ട്സിൽ എഴുതുന്നുണ്ട്. അച്ഛൻ പിരിഞ്ഞുപോയത് കേസരിക്ക് ഇഷ്ടമായില്ല. കേസരിയുടെ അച്ഛൻ മരിച്ചിട്ടും കേസരി കാണാൻ പോവുകയും ചെയ്തില്ല. പോകാതിരുന്നത് തെറ്റായിപ്പോയി എന്ന് പിന്നീട് അദ്ദേഹം ലേഖനം എഴുതിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം പോയില്ല. അങ്ങനെ തന്നെ നിർമ്മമമായി നോക്കാനുള്ള ഒരു വല്ലാത്ത ശേഷി കേസരിയിൽ നമുക്ക് കാണാൻ പറ്റും. കേസരി തൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട തൻ്റെ മനസ്സിനെ സ്വാധീനിച്ച, അല്ലെങ്കിൽ തൻ്റെ പിൽക്കാല മനോഘടനയെ സ്വാധീനിച്ച ഒരു കാര്യം, അമ്മാവന് കൊല്ലത്തേക്ക് സ്ഥലം മാറ്റം കിട്ടിയ സമയത്ത്, കൊല്ലത്തേക്ക് വള്ളത്തിൽ പോകുന്ന സമയത്ത് പള്ളാത്തുരുത്തി ആറ്റിൽ വെച്ച് രാത്രി കൊള്ളക്കാരായ ഒരു സംഘം വള്ളം ആക്രമിക്കാൻ തുനിഞ്ഞതും വള്ളത്തിലുണ്ടായിരുന്ന ചില സൈനികർ, തിരുവിതാംകൂർ സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാരിൽ ചിലർ അവരെ ഓടിച്ചതും ആ രാത്രിയിൽ ഇങ്ങനെ നേരിട്ട വല്ലാത്ത ഭീതി പിന്നീട് മരണം വരെ തന്നെ പിന്തുടരുന്നുണ്ട് എന്ന് കേസരി അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പിൽ ഒക്കെ പറയുന്നുണ്ട്. കേസരി മനഃശാസ്ത്രപരമായി നോക്കുന്ന ഒരാളായതുകൊണ്ട് തൻ്റെ മനോഘടനയെ നിർണയിച്ച 2 സംഭവങ്ങളായിട്ട് കാണുന്നത് ഈ ബാല്യകാലത്തിലെ ഏകാന്തതയും അതുപോലെ ഈ പള്ളാത്തുരുത്തി ആറ്റിലെ, അദ്ദേഹം പറയുന്നുണ്ട്, രാത്രി കനത്ത നിശബ്ദതയിൽ, കനത്ത ഇരുട്ടിൽ കഴുക്കോല് വെള്ളത്തിൽ വീഴുന്ന ശബ്ദം മാത്രമുള്ളപ്പോൾ ഞാൻ ആകാശത്തേക്ക് നോക്കി നക്ഷത്രങ്ങളെ കണ്ടു കിടക്കുന്ന സമയത്താണ് വള്ളത്തിൻ്റെ അങ്ങേ തലയ്ക്കൽ 2 കറുത്ത രൂപങ്ങളെ കാണുന്നത്. അതുണ്ടാക്കിയ നടുക്കം പിന്നീട് ജീവിതത്തിൽ ഒരു കാലത്തും എന്നിൽ നിന്ന് വിട്ടുപോയിട്ടില്ല എന്ന് അദ്ദേഹം അതേക്കുറിച്ച് പറയുന്നുണ്ട്. ഏതായാലും കൊല്ലത്തെ ജീവിതം കഴിഞ്ഞ് അല്പകാലം കഴിഞ്ഞ് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് മടങ്ങിയെത്തി. തിരുവനന്തപുരം മഹാരാജാസ് കോളേജിലാണ് അദ്ദേഹം, ഇന്നത്തെ യൂണിവേഴ്സിറ്റി കോളേജ്, അദ്ദേഹം ബിരുദ പഠനം നടത്തുന്നത്. ഇംഗ്ലീഷും കണക്കുമാണ് അദ്ദേഹം പ്രാഥമികമായി പഠിച്ചത്. അന്ന് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട അധ്യാപകരിൽ ഒരാളാണ് AR രാജരാജവർമ്മ. ARൻ്റെ അനുയായിയാണ് താൻ എന്ന് അദ്ദേഹം സ്വയം കരുതിയിരുന്നു. ARന് സമർപ്പിച്ചുകൊണ്ട് ഒരു പുസ്തകവും അദ്ദേഹം എഴുതി, രാജരാജീയം എന്ന പേരിലുള്ള ഒരു പുസ്തകം. അന്ന് അദ്ദേഹത്തിൻ്റെ സഹപാഠിയായിരുന്നു സാഹിത്യ പഞ്ചാനനൻ PK നാരായണപിള്ള. നാരായണപിള്ളയുമായിട്ട് കേസരി നിരന്തരം ഏറ്റുമുട്ടി. സാഹിത്യ പഞ്ചാനനെതിരെ അദ്ദേഹം മുഖപ്രസംഗത്തിൽ ഒരിടത്ത് എഴുതിയത്, പഞ്ചാനനൻ്റെ പ്രവൃത്തികൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സാഹിത്യ പഞ്ചാനനത്വമല്ല, സാഹിത്യ ജമ്പുകത്വമാണ് തെളിയുന്നത് എന്ന് പറയുകയും അത് കേസാവുകയും കേസരിക്ക് 200 രൂപ പിഴയടക്കേണ്ടി വരികയും ചെയ്ത ഒന്നാണ്. അദ്ദേഹം ഈ 9 വർഷത്തെ പത്രപ്രവർത്തനത്തിനൊക്കെ 4 തവണ ഈ മാനനഷ്ട കേസിലും കോടതി കേസുകളിലും ഒക്കെ പെട്ട ഒരാളാണ്. ബിരുദത്തിന് പഠിച്ചത് ചരിത്രമാണ്. ചരിത്രത്തിന് അദ്ദേഹത്തിന് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു. കൗതുകമുള്ളൊരു കാര്യം, മലയാളത്തിന് അദ്ദേഹത്തിന് 3rd ക്ലാസ്സാണ് ഉണ്ടായിരുന്നത്. 1909 കേസരി വിമൻസ് കോളേജിലെ അധ്യാപകനായി. 910-11 വർഷങ്ങളിൽ മഹാരാജാസ് കോളേജിലെ ചരിത്രാധ്യാപകനായി.
11 മുതൽ 17 വരെ വീണ്ടും വിമൻസ് കോളേജിൽ അദ്ദേഹം പഠിപ്പിച്ചു. ഈ കാലത്താണ് കേസരി ആദ്യമായിട്ടൊരു പുസ്തകം എഴുതുന്നത്. തിരുവിതാംകൂർ ചരിത്രം എന്ന പേരിലൊരു പാഠപുസ്തകമാകാൻ പാകത്തിനുള്ള ഒരു ഗ്രന്ഥം അദ്ദേഹം എഴുതുന്നുണ്ട്. ഈ കാലത്തൊക്കെ അദ്ദേഹം കുട്ടികളോട് അങ്ങനെ അടുത്ത് പെരുമാറുന്ന ഒരാളായിരുന്നില്ല. മിക്കവാറും കുട്ടികൾക്ക് പേടി ഉളവാക്കുന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തിനൊരു പരിഹാസ പേരുണ്ടായിരുന്നത്, വിളിപ്പേരുണ്ടായിരുന്നത് കടുവാ കൃഷ്ണപിള്ള എന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പാരുഷ്യം കൊണ്ടോ മറ്റോ ആയിരിക്കണം. കോളേജ് അധ്യാപനത്തിൻ്റെ ഇടയിൽ അദ്ദേഹം നിയമബിരുദത്തിന് പഠിച്ചു. 1910-ലും 11-ലും നിയമപഠനത്തിന് ചേരാൻ വേണ്ടി പരീക്ഷ എഴുതി തോറ്റുപോയി. 12-ൽ അദ്ദേഹം പരീക്ഷയിൽ വിജയിച്ചു. പിന്നീട് അദ്ദേഹം 13-14 കാലഘട്ടത്തിൽ നിയമബിരുദം നേടുകയും 2ാം ക്ലാസ്സോടെ പാസ്സാവുകയും ചെയ്തു. 1917 തൻ്റെ 28ാമത്തെ വയസ്സിൽ കേസരി വിവാഹിതനായി. വടക്കമ്പറവൂരിലാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ഗൗരിക്കുട്ടി അമ്മ, അവരെ ചെല്ലമ്മ എന്നാണ് വിളിച്ചിരുന്നത്, അവരെ വിവാഹം കഴിച്ചത്. 1917 അദ്ദേഹം വിവാഹം കഴിച്ചു. അദ്ദേഹത്തിൻ്റെ വിവാഹം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ 18 ഫെബ്രുവരിയിൽ ആദ്യത്തെ മകള് ജനിച്ചു. ശാരദ എന്നാണ് ആ കുട്ടിയുടെ പേര്. ആ കുട്ടി 8ാമത്തെ വയസ്സിൽ മരണപ്പെട്ടു. കേസരി സമദർശി നടത്തുന്ന കാലമാണ്. വലിയ ദാരിദ്ര്യത്തിൻ്റെയും കേസരി അതേക്കുറിച്ചൊരു വാചകം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രകാരനായ KP ശങ്കരമേനോൻ ആ വാക്യം ഉദ്ധരിച്ച് ചേർത്തിട്ടുണ്ട്. അത് ആ കുട്ടിയെ ഞാൻ നിറഞ്ഞ വാത്സല്യത്തോടെ ആദ്യമായി ചുംബിച്ചത് അവളുടെ തണുത്തു മരവിച്ച ജഡത്തിന്മേലാണ് എന്നാണ് ആ വാക്യം. കേസരിയുടെ ജീവിതകാലത്ത് കേസരി അതേക്കുറിച്ച് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പൊതുവെ സമൂഹത്തോടും സാമൂഹികമായ കാര്യങ്ങളോടുമാണ് താല്പര്യം പുലർത്തിയിരുന്നത്. അതുകൊണ്ട് വ്യക്തിപരമായ സ്നേഹം നിലനിർത്തുന്നതിൽ ഞാൻ വിജയിച്ചിരുന്നില്ല എന്നൊരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. ബയോഗ്രഫിക്കൽ നോട്ട്സിൽ അദ്ദേഹം ഇതേക്കുറിച്ച് പറയുന്നത്, ടെൻഡർനെസ് ആൻഡ് അഫെക്ഷൻ ഫോർ ഹ്യൂമാനിറ്റി ഇൻ ജനറൽ ആൻഡ് നോട്ട് ഫോർ particular persons can be expressed in other words an absence of affectionate nature. മനുഷ്യവംശത്തോട് ആകമാനമുള്ള സ്നേഹം പ്രത്യേക വ്യക്തികളോടുള്ള സ്നേഹമില്ലായ്മയായി അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. മൈ ഡീപ്പ് അബ്സോർപ്ഷൻ ഇൻ തോട്ട് always made me selfish, unfeeling and ungrateful in the primary sense of those words. ചിന്തയിലെ ആണ്ടുമുഴുകൽ എന്നെ വികാരശൂന്യനും സ്വാർത്ഥനും നന്ദിയില്ലാത്തവനുമാക്കി മാറ്റിയിട്ടുണ്ട്. പിന്നെ ഒരു ജാമ്യം പോലെയാണ് അദ്ദേഹം പറയുന്നത്, ഇൻ ദ പ്രൈമറി സെൻസ് ഓഫ് ദാറ്റ് വേർഡ്സ്. ആ വാക്കുകളുടെ പ്രാഥമിക അർത്ഥത്തിൽ ഞാൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇത് കേസരിയുടെ വികാര ജീവിതത്തിലെ വ്യക്തി ജീവിതത്തിലെ ഒരു സവിശേഷ സ്വഭാവമാണ്. ആഴമേറിയ ഒരു സാമൂഹിക താല്പര്യങ്ങളും യാതന അനുഭവിക്കുന്ന മനുഷ്യരോടുള്ള വലിയ കരുതലും എല്ലായ്പ്പോഴും ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ വ്യക്തിബന്ധങ്ങളിലൊന്നും അത് ഏതെങ്കിലും നിലയിൽ റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നതും ഒരു കാര്യമാണ്. മകളുടെ മരണം അങ്ങനെ 8ാം വയസ്സിലുണ്ടാകുന്നു. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഘാതങ്ങളിലൊന്നായി പിന്നീട് അദ്ദേഹം അതേക്കുറിച്ച് പലപാട് ഓർമ്മിക്കുകയും ചെയ്യുന്നുണ്ട്. രണ്ടാമതൊരു പെൺകുട്ടി കൂടി അദ്ദേഹത്തിന് ജനിച്ചു. ആ പെൺകുട്ടി 30ാം ദിവസം തന്നെ മരണപ്പെടുകയും ചെയ്തു. 1917 അദ്ദേഹം വക്കീൽ ജോലിയിലേക്ക് പ്രവേശിച്ചു. കുറച്ചു കാലമാണ് വക്കീൽ പണിയെടുത്തത്. സിവിൽ കേസുകളാണ് അദ്ദേഹം കൈകാര്യം ചെയ്തത്. കൊല്ലം സെഷൻസ് കോടതിയിലാണ് ഒരു കൊലപാതക കേസിൽ അദ്ദേഹം ഹാജരായത്. അവിടെ വച്ചാണ് സാക്ഷികളെ കൊണ്ട് കള്ളമൊഴി പറയിക്കുന്നതും സാക്ഷികളെ പല നിലയിൽ സ്വാധീനിക്കുന്നതും കേസ് പിടിച്ചെടുക്കാനുള്ള പല